ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MS കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചെന്നൈയിൽ EV വെഹിക്കിൾ എക്സ്പോൻ്റെ അവിടെയുള്ളത്. അപ്പം ഇത് ബജാജിൻ്റെ ഒരു പൾസറാണ്. ഇത് ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്താണ്. നിലവിൽ 2 വീലർ 3 വീലർ 4 വീലറൊക്കെ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കിറ്റുള്ള ഒരു കമ്പനിയാണ്. അതേപോലെ ഇവർ ബാറ്ററി നിർമ്മിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇതുവരെ EVയിൽ ഉപയോഗിച്ച് കണ്ട ബാറ്ററികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലെഡ് ആസിഡ് ബാറ്ററിയും അതേപോലെ ലിഥിയം അയൺ ബാറ്ററി ഒക്കെയാണ്. അതല്ലാതെ ഉപ്പിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ബാറ്ററിയാണ് സോഡിയം അയൺ ബാറ്ററി. അതാണ് ഇവർ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഹബ്ബ് മോട്ടറാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ബാറ്ററി വരുന്നത്. ഈ ബാറ്ററി പാക്കിൽ നിന്നാണ് ഈ വാഹനം ഓടുന്നത്. റേഞ്ച് കുറച്ച് കുറവാണ്, 40 കിലോമീറ്റർ എങ്ങാണ്ട് റേഞ്ച് കിട്ടുന്നുള്ളൂ. പക്ഷെ ഭാവിയിൽ അത് റേഞ്ച് കൂടും. പക്ഷെ കോസ്റ്റ് വളരെ കുറവാണ്. ബാറ്ററി ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് കുറവാണ്. വലിയ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ബാറ്ററികൾ വെച്ച് കഴിഞ്ഞ് നല്ല രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയും അതേപോലെ ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ആക്റ്റീവ വണ്ടിയാണ്. ആക്റ്റീവയും ഇതേപോലെ സോഡിയം അയൺ ബാറ്ററി വെച്ചിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് വേറെ ചാർജർ വരുന്നുണ്ട്. സോഡിയം അയൺ ബാറ്ററിൻ്റെ ചാർജർ വേറെയാണ് വരുന്നത്. ഇവിടെ ഒരു ഡെമോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോഡിയം അയൺ ബാറ്ററിയിൽ നിന്നും വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു ഡയഗ്രാം അടക്കം. അതിൽ ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഡയഗ്രത്തിൽ കൂടെ കാണിക്കുന്നുണ്ട്. ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, അങ്ങനെ ഫുൾ ഫങ്ഷൻ ഇതിലുണ്ട്. ചാവി ഓൺ ആക്കിയാൽ ഡിസ്പ്ലേ ഓൺ ആവും. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ സെറ്റ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുകയാണ്. ഈ ഹബ് മോട്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ കാണുന്ന ബോക്സിൽ സിൽവർ കളറുള്ള ബോക്സാണ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. മുകളിൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി, ബ്രേക്ക് പിടിക്കുന്ന നേരം ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. എല്ലാ സിസ്റ്റവും ഒരു ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തത്. ഹെഡ്ലൈറ്റ്, പാർക്ക് ലൈറ്റ്, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ഫോർ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റം തന്നെ അവരിവിടെ കാണിക്കുന്നത്. ഇതാണ് ഈ പച്ച കളറിൽ കാണുന്ന, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ DC to DC കൺവേർട്ടർ. അതായത് നമ്മളെ ഓക്സിലറി ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൺവേർട്ടറാണ്. 48 വോൾട്ട് 50 വോൾട്ടൊക്കെ ലിഥിയം അയൺ ബാറ്ററിന് നമ്മളെ സോഡിയം അയൺ ബാറ്ററിന് കൺവേർട്ടർ കിറ്റാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ബാറ്ററി വെള്ളത്തിൽ ഷോർട്ട് ആവില്ല എന്നുള്ളതാണ്. ബാറ്ററി പാക്ക് അതേപോലെ വെള്ളത്തിൽ ഇറക്കിയിട്ടതാണ് ഈ കാണുന്നത്. വെള്ളത്തിൽ നിന്ന് ഈ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആവില്ല. പോസിറ്റീവും നെഗറ്റീവും വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പോലും ഇത് ഷോർട്ട് ആവില്ല. ലിഥിയം ബാറ്ററി ഇതേപോലെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആവും. അപ്പോൾ അത് ബ്ലാസ്റ്റ് ആവുന്നില്ല. ഇതിൻ്റെ ഒരു ചെറിയ ബാറ്ററി ആണ് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറെ. ഇതിൻ്റെ കുറച്ച് സൈസ് ലിഥിയം അയൺ ബാറ്ററിനെ അപേക്ഷിച്ച് സോഡിയം അയൺ ബാറ്ററിക്ക് സൈസ് കൂടുതലാണ്. പക്ഷേ ഒരു മെൽറ്റിങ് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. എത്ര ചൂടാക്കിയാലും ഇതേപോലെ ബ്ലാസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്തൊരു ബാറ്ററിയാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇദ്ദേഹം പറയുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നത് എന്താണെന്നൊന്ന് കേട്ട് നോക്കാം. Safety hazards, best to answer this is the lithium battery life cycles will be 500 lesser than this. So this will be 500, life cycles will be extra. If it is 1000 times life cycle for LFP, this will be 1500. So the life will also be more now, and coming periods the prices also will be lesser than the LFP. But current situation, market situation, the price is little bit high, 15 to 20% the price will be high with the LFP. And this can be used in all the application wherever we use the batteries. All the applications we can use it. We can use we can make individual cells as a battery pack like this, with a battery pack like this with the BMS support. This is full battery setup. This is a transparent battery setup. We make like this battery also we can give it, and we are giving like a startup batteries and all vehicle batteries, and also we convert our 2 wheelers with the sodium ion batteries. These vehicles are with the sodium ion batteries. Also battery can be used for the vehicles also, EV vehicles also. We have different kinds of cells in this. This is 3 volt and 10 Ah and 2.3 volt 10 Ah, and this is 3 volt 18 Ah, and we also have the sodium batteries with the prismatic types. These are the prismatic types. So this is
3 volt 75Ah, and this is 3 volt 220Ah. This can be serial and parallel, and we can make it according to the requirement capacities. And for the sodium ion batteries, we have a separate charges for this. We have a slow charges and the fast charges also. In different amperes we have, so 60 ampere, 20 ampere, 40 ampere. However the client requires, we can give charges according to their requirements. Also in this we have a inverter which we have in the sodium ion batteries. Also I can show that one also. This is the sodium ion battery with the inverter, sir. This is 5-in-1 inverter with the different usages. This is the portable one, sir. Wherever easily anyone can carry this, and this with this less maintenance. If we use a lead acid batteries in homes, we have to use lead acids, and we have to maintain regular basis. But this doesn't require any that type of maintenance. So in this we can use a multiple 3 to 4 fans, all kitchen appliance and everything at one time. This one time if you charge, it will get time 1.5 hours charges, and this can be used for up to 4 hours backup. We can get it, sir. In this there is a special this one. Even this we can use a welding machine also in this. Actually all the welding machines we require highly current power. This will help support this, sir. 5 kilowatt. 5 kilowatts. This input is 2.4 kilowatt and output is 5 kilowatt. 2.4 4 kilowatt input. input. 5 kilowatt. Output 5 kilowatt. This can be charged in PV also. Backup time Backup in 4 hours. 4 hours. If you use ACs, that will 2.5 hours. If only fans and the appliances, it will be 4 hours. Only fans and lights means we can use up to 8 hours. Oh,